ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇതുവരെ എടുത്ത വിഷയങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഭരണഘടനയിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അഥവാ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിലെ ഒരംഗമാണ്. പാർട്ട് 5 അല്ലെങ്കിൽ ഭരണഘടനയുടെ 5ാമത്തെ ഭാഗത്തിലാണ് നാം ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഭരണഘടന പരാമർശിക്കുന്നത് അതിന്റെ 5ാമത്തെ ഭാഗമാണ്. 25 ഭാഗമുള്ളതിൽ 5ാമത്തെ ഭാഗത്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ് അഥവാ കേന്ദ്ര എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു തിരുത്തുണ്ട്. കേന്ദ്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് അഥവാ യൂണിയനെ കുറിച്ച് സംസാരിക്കുന്നത് പാർട്ട് 5 അതിനുള്ളിൽ തന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചും അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേച്ചർ അഥവാ കേന്ദ്ര നിയമനിർമ്മാണ സംവിധാനമായിട്ടുള്ള പാർലമെന്റിനും ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്ന പാർലമെന്റിനെ കുറിച്ചും സംസാരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് പാർട്ട് 5 എന്ന് പറയുന്നത്. ഈ പാർട്ട് 5 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ പാർട്ട് 5 യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയുള്ള അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളിലാണ് ഭരണഘടന വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതിയെ കുറിച്ച് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഹെഡ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ, അറ്റോർണി ജനറൽ, രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയും അതിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ ആയിട്ടുള്ള അറ്റോർണി ജനറലുമുണ്ട്. ഈ അറ്റോർണി ജനറലിനെ കുറിച്ച് നമ്മൾ പിന്നീട് കാണും. അതിനു മുമ്പ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ പല പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം യഥാർത്ഥത്തിൽ അറ്റോർണി ജനറൽ ആണ്. എന്നാൽ പലപ്പോഴും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അതായത് ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ ഇൻ ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ ഹയസ്റ്റ് ലോ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയിൽ ഇരു സഭകളിലെയും അംഗങ്ങൾക്കും പ്രസിഡന്റിനും അല്ലാതെ ഈ ഇരു സഭകളിൽ പങ്കെടുക്കാൻ പറ്റാൻ അവകാശമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറലിന് ഇരു സഭകളുടെയും സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും അധികാരമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. പ്രസിഡന്റും അറ്റോർണി ജനറലിനും അല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഇരു സഭകളിൽ പങ്കെടുക്കാൻ പറ്റില്ല. വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായി തന്നെ എക്സ് ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്ന വരെ അദ്ദേഹം സ്വാഭാവികമായും രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ആ പദവിയിൽ നിന്ന് ഉപരാഷ്ട്രപതി എന്ന പദവിയിൽ നിന്ന് മാറുന്ന നിമിഷം അയാൾ സ്വാഭാവികമായി തന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും ഒഴിയുകയാണ്. ആരാണോ ഉപരാഷ്ട്രപതിയായിട്ട് വരിക അയാൾ സ്വാഭാവികമായി തന്നെ ആ നിമിഷം തന്നെ എന്തുമായിട്ട് മാറുകയാണ്? രാജ്യസഭയുടെ അധ്യക്ഷനുമായിട്ട് മാറുകയാണ്. ഇനി നമ്മൾ പറയുന്നത് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ദ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ആഫ്റ്റർ പ്രസിഡന്റ് എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപരാഷ്ട്രപതി എന്ന പദവി നിർവചിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് ശേഷം അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ശേഷം ഉയർന്ന ഹയറാർക്കി 2ാമത്തെ ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതിയുടെ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 63 പ്രകാരം 63 ഇപ്രകാരം പറയുന്നുണ്ട്, ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
ഭരണഘടന there shall be a president of India എന്ന് പറഞ്ഞതുകൊണ്ട് രാഷ്ട്രപതി എന്ന പദവി സ്ഥാപിച്ചിരിക്കുന്നത് പോലെ തന്നെ ഭരണഘടന ആർട്ടിക്കിൾ 63 അതിന്റെ 63ാമത്തെ അനുച്ഛേദത്തിൽ there shall be a vice president of India എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് സംശയം ഏതുമില്ലാതെ ഭരണഘടന അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണഘടന പ്രാഥമികമായിട്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇതാണ്: വൈസ് പ്രസിഡന്റ് ഷാൽ ആക്ട് ആസ് പ്രസിഡന്റ് ഇൻ ഹിസ് ആബ്സെൻസ് ഡ്യൂ ടു ഡെത്ത്, റെസിഗ്നേഷൻ, ഇംപീച്ച്മെന്റ് ഓർ അതർ സിറ്റുവേഷൻ. രാഷ്ട്രപതിയുടെ മരണത്താലോ അല്ലെങ്കിൽ അഭാവത്താലോ മറ്റ് തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള അഭാവത്താല് രാഷ്ട്രപതിയുടെ അഭാവം ഉണ്ടാകുന്ന സമയം ഭരണഘടനാ പ്രതിസന്ധിയിൽ നിന്നും വിമുക്തമാകേണ്ടതിന് ഉപരാഷ്ട്രപതി ആ സമയം രാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ദൗത്യങ്ങൾ അദ്ദേഹം നിറവേറ്റണമെന്നാണ് ഭരണഘടന പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഉപരാഷ്ട്രപതി ആ പദവി ഏൽക്കുന്ന നിമിഷം മുതൽ അദ്ദേഹം രാജ്യസഭയുടെ കേന്ദ്ര നിയമനിർമ്മാണ വ്യവസ്ഥയായിട്ടുള്ള പാർലമെന്റിലെ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് മാറുകയാണ്. ഈ പ്രത്യേകതയ്ക്ക് ഇത്തരത്തിലുള്ള പദവികളെ നമ്മൾ വിളിക്കുക എക്സ് ഒഫീഷ്യോ പദവികൾ എന്നാണ്. അതായത് മുൻപ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന സമയം പ്രധാനമന്ത്രി എക്സ് ഒഫീഷ്യ അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് പോലെ തന്നെ ഉപരാഷ്ട്രപതി എക്സ് ഒഫീഷ്യ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന അവസരത്തിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് മണി ബില്ലാണോ സാധാ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ലോക്സഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ രാജ്യസഭയിൽ ഇനീഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു ബില്ലാണെങ്കിൽ പോലും അത് മണി ബില്ലാണോ അല്ലയോ എന്ന് അന്തിമമായിട്ട് തീരുമാനിക്കുന്നു സ്പീക്കറാണ്. അത് ഇപ്രകാരമാണ്: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബില്ല് നിയമമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതൊരു സഭയിലും ആദ്യമായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയും. എ ബിൽ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ എനി ഹൗസ് എന്നാണ് പറയുന്നത്. എന്നാൽ മണി ബില്ലിന് ഒരു പ്രശ്നമുണ്ട്. എ മണി ബിൽ മസ്റ്റ് ബി ഇനീഷ്യേറ്റഡ് ഇൻ ലോക്സഭ. ലോക്സഭയിൽ തന്നെ ഒരു മണി ബില്ലിന്റെ നിയമനിർമ്മാണ പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മണി ബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. കാരണം മണി ബില്ലാണെങ്കിൽ ലോക്സഭയിൽ ആദ്യമായിട്ട് ആരംഭിക്കുകയും അതുപോലെ തന്നെ ലോക്സഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ സ്പീക്കറാണ് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ എത്തുന്ന ഒരു ബില്ല് സാധാരണ ബില്ലാണെന്ന രീതിയിൽ എത്തുന്ന ഒരു ബില്ല് അതിന്റെ അധ്യക്ഷനായിട്ട് സ്വാഭാവികമായിട്ട് അവസ്ഥയിൽ അതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഉപരാഷ്ട്രപതിക്ക് തോന്നുകയാണ് ഇത് സാധാരണ ബില്ലല്ല, ഇതൊരു ധനബില്ല് അഥവാ മണി ബില്ലാണെന്ന് തോന്നുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഈ ബില്ല് ലോക്സഭയിലേക്ക് അതിന്റെ അധ്യക്ഷനായിട്ടുള്ള സ്പീക്കറിന്റെ അടുത്തേക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഈ അവസരത്തിൽ സ്പീക്കർ ഇതിനെ പരിശോധിക്കുകയും ഉപരാഷ്ട്രപതിയുടെ അതേ അഭിപ്രായത്തിലാണ് സ്പീക്കറും എത്തിച്ചേരുന്നതെങ്കിൽ അവിടെ പിന്നീട് ഒരു മണി ബില്ലിന്റെ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. സ്പീക്കർ ഉടനടി തന്നെ ഈ ബില്ലിന്റെ അവതരണത്തിനായിട്ട് രാഷ്ട്രപതിയുടെ അനുമതി തേടുകയും ഈ ഒരു ധനബില്ല് എന്നുള്ള രീതിയിൽ ഈ പ്രക്രിയ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ ഉപരാഷ്ട്രപതി ആ സഭയിൽ തന്റെ സഭയിൽ എത്തുന്ന ഒരു ബില്ലിനെ മണി ബില്ലാണോ ഇല്ലയോ ആണെന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടിയുള്ള മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ പദവി അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മാതാക്കൾ അമേരിക്കൻ മോഡലിൽ നിന്ന് കടമെടുത്തതാണ്. അമേരിക്കയിൽ ഇന്ത്യയിലെ പോലെ തന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. അതിന്റെ ഫെഡറൽ ലെജിസ്ലേച്ചർ ആയിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. 2 സഭകളുണ്ട്. 2 സഭകളിൽ ലോക്സഭയ്ക്ക് തത്തുല്യമായിട്ട് അധോഗ സഭയായിട്ടുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും അതുപോലെ തന്നെ
രാജ്യസഭ അതല്ലെങ്കിൽ ഉപരിസഭയ്ക്ക് തത്തുല്യമായിട്ടുള്ള സെനറ്റുമാണ് ഉള്ളത്. ഇതിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ തലവൻ എന്ന് പറയുന്ന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലെ തന്നെ സ്പീക്കറാണ്. എന്നാൽ സെനറ്റിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സമാനമായിട്ട് അവിടുത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പോലെ തന്നെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അനാരോഗ്യത്തിലോ അല്ലെങ്കിൽ മരണത്താലോ നീക്കം ചെയ്യപ്പെടുകയാലോ രാജിവെക്കുന്ന അവസരത്തിൽ അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് മാറുകയാണ്. ഇവിടെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്. അമേരിക്കൻ മോഡലിലാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ ഓഫീസെങ്കിലും ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അത് ഇപ്രകാരമാണ്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിക്ക് പൂർണ്ണമായിട്ടൊരു പദവി അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതിനർത്ഥം ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യുകയാണ്. താൽക്കാലികമായിട്ടുള്ള ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കേണ്ടതിന് ഭരണഘടന നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ഉപായം മാത്രമാണ് ഉപരാഷ്ട്രപതിയുടെ പദവി എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രപതിയുടെ സ്ഥിരമായോ താൽക്കാലികമായിട്ടുള്ള അഭാവത്തിൽ, താൽക്കാലികമാണെങ്കിൽ രാഷ്ട്രപതി തിരിച്ചെത്തുന്നവരെയും, സ്ഥിരമായിട്ടുള്ള അഭാവമാണെങ്കിൽ അടുത്ത രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത രാഷ്ട്രപതി എത്തുന്നവരെ ഭരണഘടനാ പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ വിമുക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഉപരാഷ്ട്രപതി എന്ന പദവി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ അമേരിക്കയിലാകട്ടെ ഒരു രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭാവം പെർമനന്റ് ആയിട്ട് നേരിടുന്ന അവസരത്തിൽ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായി തന്നെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്. അവിടുത്തെ ഭരണഘടന നിഷ്കർഷിക്കുന്ന അവസരങ്ങൾ വരുന്ന സമയത്ത് പെർമനന്റ് ആയിട്ട് ഒരു അഭാവമായിട്ട് അവിടുത്തെ ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനം, സർക്കാർ സംവിധാനം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ പെർമനന്റ് ആയിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്. പിന്നെ അവിടെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാകില്ല. പുതിയ തെരഞ്ഞെടുപ്പ് കാലാവധി തീരുന്നവരെ, ആ വൈസ് പ്രസിഡന്റിന്റെ കാലാവധി തീരുന്നവരെ പുതിയൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടാകില്ല. അവിടെ പ്രസിഡന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പിന്നീട് തുടർച്ചയായിട്ട് 4 വർഷം അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ആകുകയാണ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് ഭരണഘടന അനുച്ഛേദങ്ങളെ, ആർട്ടിക്കിളുകളെ പരിചയപ്പെടുകയാണ്. ആദ്യമായിട്ട് ആർട്ടിക്കിൾ 63 63-ാം അനുച്ഛേദത്തിൽ ഭരണഘടന പറയുന്നത് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്നാണ്. ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. 64-ൽ പറയുന്നത് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 64 വൈസ് പ്രസിഡന്റ് ഷാൽ ബി ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ബട്ട് വെൻ ദ വൈസ് പ്രസിഡന്റ് ആക്ട് ആസ് പ്രസിഡന്റ് ആൻഡ് ഡിസ്ചാർജ് ഹിസ് ഫംഗ്ഷൻ ആസ് പ്രസിഡന്റ് under Article 65, he shall not perform his ordinary duty as the presiding officer of Rajya Sabha. അതായത് ആർട്ടിക്കിൾ 64-ൽ പറയുന്ന കാര്യം ഇതാണ്. ആർട്ടിക്കിൾ 64 പ്രകാരം ഉപരാഷ്ട്രപതി സ്വാഭാവികമായി തന്നെ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. എന്നാൽ ആർട്ടിക്കിൾ 65-ൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 65-ൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ അസ്വാഭാവികമായിട്ടുള്ള അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കണമെന്നാണ്. എന്നാൽ ഇത്തരത്തിൽ ചുമതലകൾ നിർവഹിക്കുന്ന ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന തന്റെ യഥാർത്ഥ ഭരണഘടന പദവി നിർവഹിക്കാൻ സാധിക്കില്ല. അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് രാജ്യസഭയുടെ അധ്യക്ഷൻ പദവി ഒരേ സമയം വഹിക്കാൻ പറ്റില്ല. 65-ൽ നേരത്തെ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 65 when the vacancy arises in the office of the president due to the death or resignation or removal of the president, vice president shall act as the president until new president is elected and assumes office. പ്രസിഡന്റ് താൽക്കാലികമായിട്ടാണ് പ്രസിഡന്റിന്റെ അഭാവമെങ്കിൽ പ്രസിഡന്റ് തിരിച്ചു വരുന്നവരെയും, പെർമനന്റ് ആയിട്ടാണെങ്കിൽ പുതിയ ഇലക്ഷൻ കഴിഞ്ഞ് പ്രസിഡന്റ് തന്റെ പുതിയ പ്രസിഡന്റ് തന്നെ ചുമതല ഏൽക്കുന്നവരെ ഭരണഘടന 65-ാം അനുച്ഛേദ പ്രകാരം ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 66 പ്രകാരം വൈസ് പ്രസിഡന്റിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറയുന്നത്. ദ വൈസ് പ്രസിഡന്റ് ഷാൽ ബി എലക്ടഡ് ബൈ എൻ ഇലക്ടറൽ കോളേജ്. ഒരു ഇലക്ടറൽ കോളേജ് ആണ്. വോട്ട് ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇലക്ടറൽ കോളേജ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ടറൽ കോളേജിൽ എന്ത് വേണം? ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും, ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജ് ആയിരിക്കണം പ്രസിഡന്റിനെ എലക്ട് ചെയ്യേണ്ടതെന്നും അത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴിയാണെന്നും
അതുപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറുകൾ വോട്ട് ആയിരിക്കണം എന്ന് പറയുന്നു. ഈ വോട്ടിംഗ് സീക്രട്ട് രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കണമെന്നും ഭരണഘടന അതിന്റെ ആർട്ടിക്കിൾ 66 ക്ലോസ് 1 66 അനുച്ഛേദത്തിന്റെ ആദ്യത്തെ ക്ലോസിൽ പറയുകയാണ്. ഇനി 66 അനുച്ഛേദത്തിന്റെ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് ദ വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് ബി എനി മെമ്പർ ഓഫ് എനി ഹൗസ് ഓഫ് പാർലമെന്റ് ഓർ ലെജിസ്ലേറ്റീവ് ബോഡി ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അതായത് രാഷ്ട്രത്തിലെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ ഒരു നിയമനിർമ്മാണ സംവിധാനത്തിന്റെയും അംഗമായിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഉപരാഷ്ട്രപതി ഒരു കാരണവശാലും ഇരു സഭകളുടെയും അംഗമായിരിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗമായിരിക്കാൻ പാടില്ല എന്നാണ് ഭരണഘടന അതിന്റെ 62 അനുച്ഛേദത്തിന്റെ 66 അനുച്ഛേദത്തിന്റെ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഈ പറഞ്ഞ നിഷ്കർഷിക്കുന്ന രീതിക്ക് പകരമായിട്ട് ഉപരാഷ്ട്രപതി ഏതെങ്കിലും സഭയിലെ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെയോ ഏതെങ്കിലും ഒരു സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന പദവിയിലേക്ക് വരുന്ന നിമിഷം അദ്ദേഹം ആ ആദ്യമുണ്ടായിരുന്ന പദവിയിൽ നിന്നും രാജിവെച്ചത് അല്ലെങ്കിൽ ആ പദവി ഒഴിഞ്ഞതായിട്ട് കണക്കാക്കും. ഇനി 63 ക്ലോസ് 3 പറയുന്നു നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ ദ ഇലക്ഷൻ ആസ് വൈസ് പ്രസിഡന്റ് അൺടിൽ ഹീസ് എ സിറ്റിസൺ. ഒന്നെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം, പൗരനായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ 35 വയസ്സ് തികയായിരിക്കണം. രണ്ടാമത് രാജ്യസഭയിലെ അംഗമായിരിക്കാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. ഇതിൽ കൺഫ്യൂഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല. അതായത് 66 ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അംഗമായിരിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ 66 ക്ലോസ് 3 പറയുന്നു അദ്ദേഹം രാജ്യസഭയുടെ അംഗമായിരിക്കും യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. അതിനർത്ഥം എന്ന് പറയാൻ കാരണം ഭരണഘടനയിലെ കൂറുമാറ്റ നിരോധനത്തെ കുറിച്ച് സംസാരിക്കുന്ന നിയമം പ്രകാരവും അതുപോലെ തന്നെ മറ്റ് ജനപ്രാതിനിധ്യം അടക്കമുള്ള മറ്റ് നിയമങ്ങൾ പ്രകാരം ചില കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തയാൾക്കോ അല്ലെങ്കിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടയാൾക്കോ പിന്നീട് നിശ്ചിതമായിട്ടൊരു കാലാവധിയിൽ ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധി സഭകളിലോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിന് ഭരണഘടനയും നിയമവും വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സഭയിൽ അംഗമായിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് അതിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഭരണഘടനാപരമായി പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കുകയും. കാരണം ഒരു സഭയുടെ അംഗമായിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ആ സഭയുടെ അധ്യക്ഷനാകാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം ഭരണഘടന മുൻകൂട്ടി കണ്ടിട്ട് അതുകൊണ്ടാണ് ഒരേ സമയം ഭരണഘടന രണ്ട് കാര്യം പറയുന്നത്. ഒന്ന്, നിലവിൽ എന്തായിരിക്കാൻ പാടില്ല, ഭരണഘടന ഈ പറയുന്ന ഒരു രാജ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണ വ്യവസ്ഥയായിട്ടുള്ള പാർലമെന്റിലെ ഇരുസഭകളിലെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഏതെങ്കിലും നിയമനിർമ്മാണ വ്യവസ്ഥയുടെയോ അംഗമായിരിക്കാൻ പാടില്ല. എന്നാൽ അതേസമയം തന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഉപരാഷ്ട്രപതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 66 ക്ലോസ് 4 പറയുന്നത് വരുമാനമുള്ള ലാഭമുള്ള മറ്റു പദവികളൊന്നും ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നയാള് വഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു വരുമാനമുള്ള വ്യക്തിയാകാൻ പാടില്ല. അത് ആ ഭരണഘടന പദവിയുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ ഭരണഘടന വെച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 67 ടേം ഓഫ് ഓഫീസിനെ കുറിച്ച് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. അത് 5 വർഷമാണെന്നാണ് പറയുന്നത് ഭരണഘടന. 67 പറയുന്നു വൈസ് പ്രസിഡന്റിന് തന്റെ കയ്യാൽ എഴുതിയ രാജിക്കത്ത് പ്രസിഡന്റിന് സമർപ്പിക്കുന്ന വഴി ആ പദവിയിൽ നിന്ന് രാജിവെക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 66 ക്ലോസ് ബി പറയുന്നത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയം, അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയം, ആ പ്രമേയത്തെ ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റ് ആ നിമിഷം, വൈസ് പ്രസിഡന്റ് ആ നിമിഷം ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. 67 സിയിൽ പറയുന്നത് 5 വർഷം കഴിഞ്ഞാലും തന്റെ പിൻഗാമി വരുന്നവരെ ഉപരാഷ്ട്രപതിക്ക് ആ പദവിയിൽ തുടരാമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 68 പറയുന്നത് പുതിയ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി വരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കാലാവധി പഴയ നിലവിലുള്ള ഉപരാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എലക്ഷൻ നടത്തിയിരിക്കണമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ 68 ക്ലോസ് 2 പറയുന്നു എത്രയും പെട്ടെന്ന് അടുത്ത ഉപരാഷ്ട്രപതിക്കുള്ള അതായത് ഉപരാഷ്ട്രപതിയുടെ അസ്വാഭാവികമായിട്ട് അഭാവം നീക്കം ചെയ്യപ്പെട്ടാലോ മരണത്താലോ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നിർവഹിക്കണമെന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഉപരാഷ്ട്രപതിക്ക് ഫുള്ളായിട്ട് 5 വർഷം ഉണ്ടായിരിക്കും. ആർട്ടിക്കിൾ 69 പറയുന്നു പ്രസിഡന്റ് മുൻപാകെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരെയോ ആണോ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് മുൻപാകെ ഉപരാഷ്ട്രപതി സത്യവാചകം ചൊല്ലി അധികാരത്തിൽ ഏൽക്കണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 70 പറയുന്നു വൈസ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം പാർലമെന്റിനുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 71 ക്ലോസ് പ്രകാരം ആ കേസിന്റെ അന്വേഷണവും തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതിയാണ്. അത്തരത്തിലൊരു ഹർജിയിന്മേല് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ആ നിമിഷം വരെ ഉപരാഷ്ട്രപതി എന്ന നിലയിലോ അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലയിലോ ഉപരാഷ്ട്രപതി എടുത്ത ഒരു തീരുമാനവും ഇൻവാലിഡേറ്റ് ആകില്ല എന്ന് ഭരണഘടന കൃത്യമായിട്ട് അല്ലെങ്കിൽ അസാധു ആകില്ല എന്ന് ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെയും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അധികാരം, നിയമം വഴി നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതായത് പാർലമെന്റിന് ഭരണഘടനയെ വിയോജിപ്പില്ലാതെ തന്നെ, ഭരണഘടനയെ എതിർക്കാതെ തന്നെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്താൻ പറ്റുമെന്നാണ് 71 ക്ലോസ് 3 പറയുന്നത്. 71 ക്ലോസ് 4 പറയുന്നത് ഇലക്ട്രൽ കോളേജ് അഥവാ ഇവിടെ ഉപരാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ഇരുസഭകളുമാണ്. ഇരുസഭകളിലെ എല്ലാ മെമ്പർമാരും ഇല്ല എന്നുള്ള പേരിൽ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് നടക്കാനിരിക്കുന്ന അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ വേക്കൻസി വരികയുണ്ടായി. അപ്പൊ അത്തരത്തിൽ ആ വേക്കൻസിയുടെ പേരിൽ മാത്രം ആ ഇലക്ഷൻ റദ്ദാക്കാൻ പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞു ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ദൗത്യങ്ങൾ നിർവഹിക്കുമെന്ന് പറഞ്ഞു. രാഷ്ട്രപതിയെ പോലെ തന്നെ ഉപരാഷ്ട്രപതിയും തെരഞ്ഞെടുക്കപ്പെടുകയാണ്. പക്ഷെ ഡയറക്റ്റ്ലി അല്ല, നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി ഇലക്ട്രൽ കോളേജ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആരാന്ന് ചോദിച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതായത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സംവിധാനമായിട്ടുള്ള രണ്ട് സഭകളുള്ള നിയമനിർമ്മാണ സംവിധാനമാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിൽ നിന്ന് മാത്രം, നിയമസഭ കൗൺസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകില്ല. അപ്പൊ നിയമസഭാ അസംബ്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ ഡൽഹി, പുതുച്ചേരി, യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പ് അംഗങ്ങൾ മാത്രമാണ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വരുന്നതെങ്കിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ വരുന്നില്ല. പകരം ലോക്സഭയിലെയും രാജ്യസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങളടക്കമുള്ള എല്ലാ അംഗങ്ങളും അവിടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗങ്ങള് പ്രസിഡന്റിന്റെ വോട്ട് ചെയ്തിരുന്ന സംസ്ഥാന നിയമനിർമ്മാണ വ്യവസ്ഥയിലെ അംഗങ്ങൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ വ്യവസ്ഥയിലെ അംഗങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നില്ലാത്തതെന്ന് സംശയം വരാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ.
ഉപരാഷ്ട്രപതിയുടെ സ്വാഭാവികമായിട്ടുള്ള കടമ, സാധാരണ സാഹചര്യത്തിലുള്ള കടമ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അത് രാജ്യസഭയുടെ അധ്യക്ഷ പദവി വഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാനത്തിലെ MLA-മാര് ഇതിനകത്ത് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഈ അവരെ പ്രതിനിധീകരിക്കുന്ന, സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ അംഗങ്ങള് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ പങ്കെടുക്കുക, ഇലക്ടറൽ കോളേജ്, വിപുലമായിട്ടുള്ള ഇലക്ടറൽ കോളേജ് ആവശ്യമില്ല. പ്രസിഡന്റിനെ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴി, പ്രിഫറൻഷ്യൽ സിസ്റ്റത്തിലൂടെ, സിംഗിൾ ട്രാൻസ്ഫർ വോട്ടിലൂടെ, സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത്. ആകെ വ്യത്യാസം ഇലക്ടറൽ കോളേജിൽ മാത്രമാണ്. ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഭരണഘടന പ്രകാരം 66ാമത്തെ അനുച്ഛേദത്തിലാണ് ഒരു ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് ഭരണഘടന പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത് മിനിമം 35 വയസ്സ് തികഞ്ഞിരിക്കണം. മൂന്നാമത് രാജ്യസഭയിൽ അംഗമായിരിക്കും, യോഗ്യതയുള്ള ആളായിരിക്കണം, പക്ഷെ അംഗമായിരിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ മറ്റു വരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ലോക്കൽ അതോറിറ്റികളിൽ നിന്നും മറ്റൊരു വരുമാനം ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കരുത്. സ്വകാര്യ മേഖലയിൽ കുഴപ്പമില്ല, പക്ഷെ വരുമാനം ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മറ്റു യാതൊരു തരത്തിലുള്ള വരുമാനങ്ങളും പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും പദവി ഗവർണറോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രിയോ MLA-മാരോ ആയിരിക്കുന്ന എന്തെങ്കിലും വരുമാനമുള്ള അത്തരത്തിലുള്ള പദവി വഹിക്കുന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പദവി വഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഉപരാഷ്ട്രപതിയായിട്ട് സ്ഥാനം ഏൽക്കുന്ന നിമിഷം അദ്ദേഹത്തിന് മുൻപ് ആയിരുന്ന പദവിയിൽ നിന്നും സ്വാഭാവികമായിട്ട് അതിനെ ഒഴിഞ്ഞതായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ നോമിനേഷൻ ചെയ്യണം. അതായത് ഭരണഘടനയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയായിട്ടുള്ള ഉപരാഷ്ട്രപതിയുടെ പദവിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തി സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് 20 എലക്ടേഴ്സ് പ്രൊസസേഴ്സ് ആയിട്ടും 20 എലക്ടേഴ്സ് സെക്കൻഡേഴ്സ് അഥവാ അതിനെ പിന്താങ്ങുന്ന ആളുകളുമായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. ഈ എലക്ടേഴ്സ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്ന ആൾ, രാജ്യസഭയില് ലോക്സഭയില് 20 അംഗങ്ങൾ ഈ പേര് നിർദ്ദേശിക്കുകയും 20 പേര് അതിനെ പിന്താങ്ങുകയും വേണമെന്നാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതുപോലെ തന്നെ ഓത്ത്, അതായത് ആർട്ടിക്കിൾ 69 പ്രകാരം വൈസ് പ്രസിഡന്റിന് മുൻപാകെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന വ്യക്തിക്ക് മുൻപാകെയോ സത്യവാചകം ചൊല്ലേണ്ടതാണ്. ആ സത്യവാചകത്തിൽ അദ്ദേഹം എടുക്കുന്ന വാഗ്ദാനം ഇതാണ്: ഭരണഘടനയോടും രാഷ്ട്രത്തോടുമുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസവും കൂറും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുമതലകൾ കൃത്യമായിട്ട് വഹിക്കുമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 66 പ്രകാരം ഭരണഘടന രാഷ്ട്രപതിയുടെ ഓഫീസിൽ നൽകുന്ന ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം രാജ്യസഭയുടെയോ ലോക്സഭയിലോ സംസ്ഥാനത്തിലെ ഏതെങ്കിലും നിയമനിർമ്മാണ സംവിധാനത്തിലെയോ അംഗമായിരിക്കാൻ. അടുത്തത് വൈസ് പ്രസിഡന്റിന്റെ അഥവാ ഉപരാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ പദവിയുടെ കാലാവധിയെ കുറിച്ചാണ് ഭരണഘടന പറയുന്നത്. 67ാമത്തെ അനുച്ഛേദത്തിലാണ് ഭരണഘടന ഉപരാഷ്ട്രപതിയുടെ പ്രവർത്തന കാലാവധിയെ കുറിച്ച് പറയുന്നത്. അത് ആ പദവിയിൽ അധികാരമേറ്റ് 5 വർഷത്തേക്കാണ് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രത്യേക അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ അഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ വേക്കൻസി ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലാണ്. സാധാരണഗതിയിലുള്ള ഏക അവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ടെന്യൂർ, അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കി 5 വർഷം പൂർത്തിയാക്കുന്നതോടെയാണ് ആ പദവിയിൽ അഭാവം വരേണ്ടത്. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളായിട്ടുള്ള മരണം, ആർട്ടിക്കിൾ 67 പ്രകാരമുള്ള രാജി, ആർട്ടിക്കിൾ 67 പ്രകാരമുള്ള നിയമപരമായിട്ടുള്ള നീക്കം ചെയ്യപ്പെടൽ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക, അതായത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവുകയോ
അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം വഴി നിഷ്കർഷിക്കുന്ന രീതിയിൽ അയോഗ്യത വരികയോ ചെയ്യുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുന്ന സാഹചര്യത്തിൽ, അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ അഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഈ പറയുന്ന അഭാവത്തിലെ ആദ്യത്തെ അഭാവ കാരണമായിട്ടുള്ള അസാധാരണ സാഹചര്യമായിട്ടുള്ള രാജിയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 67 പ്രകാരം തന്റെ കയ്യാലെ എഴുതിയിട്ടുള്ള രാജിക്കത്ത് വഴി ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് തന്റെ രാജിക്കത്ത് നൽകിക്കൊണ്ട് രാജിവെക്കാവുന്നതാണ്. ആ പദവിയിൽ നിന്നും സ്വമേധയെ രാജിവെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സ്വമേധയെ അല്ലാത്ത അവസരങ്ങളിൽ പ്രത്യേകമായ കാരണങ്ങളാൽ അദ്ദേഹത്തെ നിയമപരമായിട്ട് നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 67 പറയുന്നു, കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഉപരാഷ്ട്രപതി നിയമപരമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. ആ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പാർലമെന്റ് രാജ്യസഭ അതിന്റെ അധ്യക്ഷനെ നീക്കം ചെയ്യുന്നതായിട്ട് പ്രമേയം പാസാക്കുകയും ആ പ്രമേയത്തെ ലോക്സഭ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ പെടും. ഒരു ഫോർമൽ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ പ്രസിഡന്റിന് സമാനമായിട്ട് പ്രസിഡന്റ് ഒരു ഫോർമൽ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ആർട്ടിക്കിൾ 61 പറയുന്നുണ്ട് പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ. എന്നാൽ ആർട്ടിക്കിൾ 67 ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ പറയുന്നില്ല. അത് പറയുന്നത് രാജ്യസഭ അബ്സല്യൂട്ട് മെജോറിറ്റി, അതായത് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഹൗസിന്റെ മെജോറിറ്റി ആയിരിക്കണം, ഭൂരിപക്ഷം ആയിരിക്കണം ഉണ്ടായിരുന്നത്. അതായത് മിനിമം 126 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം. അതായത് 250 പേര് വന്നാലും 200 പേര് വന്നു കഴിഞ്ഞാലും ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ മൊത്തം അതിന്റെ ഭൂരിപക്ഷം വേണം. അതായത് 126 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ വേണം രാജ്യസഭയിൽ. അതുപോലെ തന്നെ ഇതേ 126 പേര് അംഗീകരിക്കുന്ന ഒരു പ്രമേയം, മിനിമം 126 പേരെങ്കിലും അംഗീകരിച്ചൊരു പ്രമേയം പാസാക്കുകയും ഈ പ്രമേയത്തെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തെ ലോക്സഭയിലെ കേവല ഭൂരിപക്ഷം, അതായത് വന്ന് വോട്ട് ചെയ്യുന്നവരുടെ 50%-ലധികം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോക്സഭയിൽ പാസാക്കാം. ആ ലോക്സഭയിൽ പാസാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് നീക്കം ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കാം. എന്നാൽ ഭരണഘടന പറയുന്ന ഒരു പ്രത്യേകമായിട്ടൊരു വസ്തുതയുണ്ട്. 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കാതെ ഈ പ്രോസസ്സ് രാജ്യസഭയിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതായിട്ട് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് ഈ പറയുന്ന രീതിയിൽ 14 ദിവസത്തെ തന്റെ ഭാഗം വിശദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകിക്കൊണ്ട് ഒരു 14 ദിവസത്തെ നോട്ടീസ് പാർലമെന്റ് നൽകിയിരിക്കണം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡു നോട്ട് മെൻഷൻ എനി ഗ്രൗണ്ട് ഫോർ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ പ്രത്യേകമായിട്ട് ഭരണഘടന പറയുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് രോഗത്താലോ മരണത്താലോ അല്ലെങ്കിൽ രാജിയാലോ നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ ഉപരാഷ്ട്രപതിയുടെ അഭാവം നേരിട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് ഒരു ആക്ടിംഗ് പ്രസിഡന്റിന് സമാനമായിട്ട് ഒരു ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ഉണ്ടാകില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഭരണഘടന ആകെ 2 ചുമതലകളാണ് ഉപരാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം സ്വാഭാവികമായി തന്നെ രാജ്യസഭയുടെ അധ്യക്ഷനാണെന്നും പ്രസിഡന്റിന്റെ മേൽപ്പറഞ്ഞ അസ്വാഭാവികമായിട്ടുള്ള അഭാവത്തിൽ പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ സമയം തന്നെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അഭാവം ഉണ്ടാക്കാൻ വളരെ ചുരുങ്ങിയ ചാൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ പോലും അതിനെ മറികടക്കാൻ ഭരണഘടന വഴികൾ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് പ്രസിഡന്റിന്റെ അഭാവം നേരിടുന്ന സമയത്ത് വൈസ് പ്രസിഡന്റിന്റെ അഭാവം ഒരേ സമയം നേരിട്ടാൽ ഇനി അടുത്ത ആളെന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവം നേരിട്ട് കഴിഞ്ഞാൽ ആ സമയം സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടതെന്ന് ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ എത്രത്തോളം അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും
രാഷ്ട്രപതിയുടെ പദവിയിൽ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി നിർവഹിക്കേണ്ടിയിരുന്ന ആ കടമ മറ്റേ ആളുകൾ ചെയ്യാൻ അവിടെ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചുമതല എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അത് സ്പീക്കറിന് തത്തുല്യമായിട്ട് സ്പീക്കറിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ, താൽക്കാലികമായിട്ടുള്ള അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷ പദവി വഹിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ പദവി രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, ആ സഭയിൽ നിന്ന് തന്നെ വ്യക്തിയാണ് ഉപാധ്യക്ഷൻ, ഈ പറയുന്ന കാര്യം ചെയ്യും. അപ്പം ഈ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻഫോർമൽ റിമൂവൽ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് രാജ്യസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഉപരാഷ്ട്രപതിക്ക് സാധിക്കില്ല. ആ സമയം ആ സഭയുടെ അധ്യക്ഷനായിട്ട് ഉപാധ്യക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ഇല്ലാത്ത അവസരങ്ങളിൽ മറ്റാരെങ്കിലും അതിന്റെ പദവി രാജ്യസഭയിലെ ഏതെങ്കിലും അംഗം ഈ പറയുന്ന രീതിയിൽ അതിന്റെ പദവി വഹിക്കേണ്ടതാണ്. ഉപരാഷ്ട്രപതി ഒരിക്കൽ ഒരു കാരണവശാലും തന്നെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിന്റെ സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഉപരാഷ്ട്രപതി അതിന്റെ അധ്യക്ഷ പദവി വഹിക്കാൻ പാടില്ല. കാരണം വളരെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണമായി പറയുന്ന ഒരു നിയമ തത്വമാണ് നോ വൺ ഷാൽ ബി എ ജഡ്ജ് ഓഫ് ഹിസ് ഓൺ കേസ്. അതായത് തന്റെ കേസിന്റെ വിധി പറയാൻ ആർക്കും അവകാശമില്ല എന്നാണ്. ഒരേ ആൾക്കെതിരെ കേസ് നടക്കുമ്പോൾ അതിന്റെ വിധി പറയാൻ ഒരാൾക്ക് തന്നെ ജഡ്ജി ആയിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ളൊരു പദവിയായിട്ട് ആ സമയം രാജ്യസഭയുടെ അധ്യക്ഷത പദവി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള പ്രമേയം പാക്കുമ്പോൾ അതിലെ ആരോപിതനായിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ആ പ്രമേയം അവതരിപ്പിക്കുന്നത്, ആ വ്യക്തി തന്നെ അതിന്റെ അധ്യക്ഷനായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി അതിന്റെ അധ്യക്ഷ പദവി വഹിക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അസ്വാഭാവികമായിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ രാജ്യസഭയുടെ അധ്യക്ഷ പദവി അതിന്റെ ഉപാധ്യക്ഷൻ വഹിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു അവസ്ഥയുടെ ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കൽ പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരും ഉപരാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യേണ്ട അവസരം വരുന്നില്ല. ആകെ ഭരണഘടന പറയുന്നത്, ആകെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇലക്ഷൻ ആണ്. അതായത് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുക, പുതിയ ഉപരാഷ്ട്രപതി വരിക എന്ന് മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും അത് തന്നെയാണ്. എന്താണ്, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് മാത്രമാണ് ഭരണഘടന പറയുന്നത്. സക്കീർ ഹുസൈൻ രാഷ്ട്രപതിയായിരിക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന VV ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി. പിന്നീട് VV ഗിരി പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ സമയം രണ്ടുപേരുടെ അഭാവം ഉണ്ടായതിനെ തുടർന്ന് ഈ സക്സഷൻ ലിസ്റ്റിലെ അടുത്ത ആളായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷം മുഹമ്മദ് ഹിദായത്തുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ ടേം ആയിട്ടുള്ള 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഉപരാഷ്ട്രപതി വരുന്നത് വരെ തന്നെ നിലവിലത്തെ വൈസ് പ്രസിഡന്റ് ആ പദവിയിൽ ഇരിക്കേണ്ടതാണെന്നാണ് ഭരണഘടന പറയുന്നത്. അദ്ദേഹം റീ എലക്ട് ചെയ്യപ്പെടാൻ യോഗ്യതയുണ്ട്. എത്ര തവണ വേണമെങ്കിലും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യം അമേരിക്കയിൽ നിയന്ത്രണമുണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും 2 പ്രാവശ്യം മാത്രമേ ആ പദവിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തില് അല്ലെങ്കിൽ മരണത്തില്, അത്തരത്തിലുള്ള മരണമോ രാജിയോ ഉണ്ടാകുന്ന അഭാവത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഉപരാഷ്ട്രപതി വരികയും ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് സാധാരണമായ സാഹചര്യത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ 5 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ പറയുന്ന പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്.
ആർട്ടിക്കിൾ 64-ലും 65-ലുമാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് സംസാരിക്കുന്നത്. 64-ൽ പറയുന്നു എക്സ് ഒഫീഷ്യോ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. എക്സ് ഒഫീഷ്യോ ആയിട്ട് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 65 പ്രകാരം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 64-ൽ തന്നെ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിക്കിൾ 65 പ്രകാരം ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയായിട്ട് ചുമതല വഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ചുമതലയായിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷ പദവി വഹിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല, ഭരണഘടനാപരമായിട്ട് സാധിക്കില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സാലറി ആൻഡ് അലവൻസ് ആണ്. വൈസ് പ്രസിഡന്റിന് പ്രത്യേകമായിട്ടുള്ള സാലറി ഭരണഘടന പറയുന്നില്ല. ഏതൊരു ഭരണഘടനാ സ്ഥാപനത്തെ പോലെ തന്നെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സാലറി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന രീതിയിലാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ശമ്പളവും അലവൻസുകളും അദ്ദേഹം എടുക്കുന്നത് കൺസോളിഡേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ്ഡ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നാണ്. ഈ ചാർജ്ഡ് വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അതിന്മേൽ വോട്ട് ചെയ്യാൻ അധികാരമില്ല, ചർച്ച ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ശമ്പളത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. 40,000-ൽ നിന്ന് 1.25 ലക്ഷത്തിലേക്ക് ഒരു മാസം 1.25 ലക്ഷം എന്നുള്ള രീതിയിൽ 2008-ൽ ശമ്പളം ഉയർത്തിയുണ്ടായി. ഇപ്പോൾ നിലവിൽ വീണ്ടും ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് 4 ലക്ഷം രൂപയാണുള്ളത്. അതുപോലെ തന്നെ അലവൻസുകൾക്കും പെൻഷനും സാധ്യതയുണ്ട്. പ്രസിഡന്റിന്റെ സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഫിനാൻഷ്യൽ എമർജൻസിയുടെ മാത്രം, സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യം ഓർക്കണം. ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് മാത്രമേ അതിൽ വെട്ടിക്കുറവ് വരുത്താൻ സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വൈസ് പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥിരമായിട്ടുള്ള അഭാവം വന്നു കഴിഞ്ഞാൽ ആ സമയം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ്, ആക്ട് ചെയ്യുക പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എത്ര വർഷമാണോ ബാക്കിയുള്ള അത്രയും വർഷത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ മരിക്കുകയോ ഇംപീച്ച്മെന്റിന് വിധേയമായി പുറത്താക്കപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 വർഷം അദ്ദേഹത്തിന്റെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ രാഷ്ട്രപതിയായിട്ട് മാറുന്നില്ല, പകരം ആക്ട് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ രാഷ്ട്രപതി വരുന്നവരെയോ അല്ലെങ്കിൽ അസുഖബാധിതനായിട്ടുള്ള രാഷ്ട്രപതി ആണെങ്കിൽ ആ രാഷ്ട്രപതി തിരിച്ച് വന്ന് ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുന്ന നിമിഷം വരെ മാത്രം പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുക മാത്രമാണ് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി ചെയ്യുന്നത്. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് പദവിക്ക് ഒഫീഷ്യലായിട്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു പൊസിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഭരണഘടനാ വിദഗ്ധർ അതിനെ സൂപ്പർഫ്ലുവസ് ഹൈനസ് എന്നാണ് വിളിക്കുന്നത്. തൊലിപ്പുറമേ ഉള്ളൊരു ഉയർന്ന സ്ഥാനം എന്നുള്ള രീതിയിലാണ്. അത് വളരെ കുമ്പള പോലെയുള്ളൊരു ഉയർന്ന സ്ഥാനമാണ്. അതായത് ഉള്ളിലൊന്നും കാമ്പിൽ വലിയ കാര്യമില്ല, പക്ഷെ പുറമെ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു ഭരണഘടന ഹയറാർക്കിയിൽ ഉയർന്ന സ്ഥാനം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഭരണഘടനാ വിദഗ്ധർ സൂപ്പർഫ്ലുവസ് ഹൈനസ് എന്നാണ് വിളിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ സമയത്ത് ജോയിന്റ് സിറ്റിംഗ് നടത്തിയിട്ട് വേണം തെരഞ്ഞെടുക്കണം. അതായത് പാർലമെന്റിന്റെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്നിട്ട് വേണം തെരഞ്ഞെടുപ്പ് നടത്താനെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് വളരെ സമഗ്രവും വളരെ പ്രാക്ടിക്കലി ഇംപ്ലോസിബിളും ആയിട്ടുള്ള അവസരത്തിൽ 11ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇതിൽ മാറ്റം വരുത്തുകയും ഇൻഡിവിജ്വൽ ആയിട്ട് സഭയിൽ പങ്കെടുത്ത് സഭ കൂടി
ഇലക്ട്രൽ കോളേജിലുള്ള ആളുകൾ പങ്കെടുത്താൽ മതി എന്നുള്ള അവസരത്തിലേക്ക് മാറ്റം വരികയാണ് ഉണ്ടായത്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിന്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആക്ട് 1952 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇത് 1997 ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ആസ്പദമാക്കിയിട്ട് പാർലമെന്റ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പാർലമെന്റ് ആകട്ടെ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ ഈ പറയുന്ന രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിൽ നടത്തുന്നത് ഇപ്രകാരമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാമത് റീ എലക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. രണ്ടാമത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഏക വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയിൽ നിന്നും രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണനോടൊപ്പം ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരുന്നത് 1962 സക്കീർ ഹുസൈൻ 1967, വി വി ഗിരി 1969, ആർ വെങ്കിട്ടരാമൻ 1987, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 1992, കെ ആർ നാരായണൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നീട് ഫുൾ പ്രസിഡന്റ് ആണ്. ആക്ടിംഗ് പ്രസിഡന്റ് അല്ല, മുഴുവൻ സാധാരണഗതിയിലുള്ള ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, വി വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, കെ ആർ നാരായണൻ എന്നിവരാണ്. കൃഷ്ണകാന്ത് മാത്രമാണ് പദവിയിലിരിക്കെ മരിച്ച ഏക രാഷ്ട്രപതി എന്ന് പറയുന്നത് കൃഷ്ണകാന്താണ്. 2002 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണകാന്ത് ആണ് ഈ പറയുന്ന, അദ്ദേഹം കേരള ഗവർണർ ആയിരുന്നു. അദ്ദേഹം മാത്രമാണ് പദവിയിലിരിക്കെ മരിച്ച ഏക ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഡോക്ടർ വി വി ഗിരി, ഡോക്ടർ ബി ഡി ജെട്ടി, വി വി ഗിരി ഡോക്ടർ സക്കീർ ഹുസൈന്റെ മരണത്തെ തുടർന്നും ബി ഡി ജെട്ടി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ മരണത്തെ തുടർന്നും താൽക്കാലികമായിട്ട് പ്രസിഡന്റായിട്ട് മാറുകയുണ്ടായി, ആക്ടിംഗ് പ്രസിഡന്റായിട്ട് മാറി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1960 ജൂണിലും 1961 ജൂലൈയിലും ആക്ടിംഗ് പ്രസിഡന്റായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പെർമനന്റ് ആയിട്ടുള്ള മരണത്തെ തുടർന്നല്ല. ഡോക്ടർ 1960 ജൂണില് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര പ്രസാദ് USSR സന്ദർശിക്കാൻ പോയ സമയത്ത്, പിന്നീട് ജൂലൈ 1961 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അസുഖബാധിതനായിട്ട് നിന്ന സമയത്തും ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതോടെ ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സംശയങ്ങൾ കഴിയുന്ന രീതിയിൽ അതിന്റെ ഉത്തരം നൽകാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കും.